നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ. സിനിമ പോലൊരു ലോകത്ത് 4 പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക, അതും മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിൽ എത്തിയത്. എല്ലാം ആരാധകർ ഇരുകൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ യാത്ര. തമിഴിലും മലയാളത്തിലുമെല്ലാം ഹിറ്റടിച്ചു മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു. മാത്രമല്ല, മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപ്. കഴിഞ്ഞ ദിവസമായിരുന്നു 6 വർഷത്തെ പുരസ്കാരങ്ങൾ തമിഴ്നാട് സർക്കാർ ഒരുമിച്ച് ഈ വർഷം സമ്മാനിച്ചത്. കീർത്തി സുരേഷ്, നയൻതാര, അപർണ ബാലമുരളി, ലിജോ മോൾ, മഞ്ജു വാര്യർ എന്നിങ്ങനെ മലയാള തിളക്കമായിരുന്നു പുരസ്കാരത്തിൽ എന്നത് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകളാണ്. തമിഴിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല, മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും താരത്തെ തേടിയെത്തിയിരുന്നു. അസുരൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2019 മികച്ച നടിക്കുള്ള പുരസ്കാരമാണ് മഞ്ജു വാര്യർക്ക് ലഭിച്ചത്. തന്റെ വഴി ശരിയായ ദിശയിലാണെന്ന് പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയപ്പോൾ ബോധ്യപ്പെട്ടുവെന്നും മഞ്ജു വാര്യർ പുരസ്കാരം ലഭിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞിരുന്നു. എന്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ് അസുരൻ. ആ സിനിമയിലേക്ക് എന്നെ ആദ്യമായി വിളിച്ചത് ധനുഷ് സാറാണ്. സഹനടനും അദ്ദേഹം തന്നെയാണ്. ആദ്യം അദ്ദേഹത്തിന് നന്ദി. ഒരു വെട്രിമാരൻ സിനിമയിൽ അഭിനയിക്കുക എന്നത് ഏതൊരു അഭിനേതാവിന്റെയും ആഗ്രഹമാണ്. അത് സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പിന്നെ നിർമ്മാതാവ് കലൈപ്പുലി താണുവിനും നന്ദി എന്നാണ് വേദിയിൽ പ്രസംഗിക്കവേ മഞ്ജു വാര്യർ പറഞ്ഞത്. മറ്റൊരു ഭാഷയിൽ വന്ന് താൻ ആരാധിക്കുന്നവർക്ക് നടുവിൽ നിന്ന് ഈ പുരസ്കാരം സ്വീകരിക്കുന്നതിൽ സന്തോഷമുണ്ട്. അതിനപ്പുറം അസുരൻ എന്ന ആദ്യ ചിത്രത്തിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഞാൻ അഭിനയിച്ച തമിഴ് ചിത്രങ്ങളുടെ സംവിധായകർ എല്ലാം ഇവിടെ പുരസ്കാരം സ്വീകരിക്കാൻ എത്തിയിരുന്നു. അത് കണ്ടപ്പോൾ ഏറ്റവും മികച്ച സംവിധായകർക്കൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. എന്റെ പാത ശരിയായ ദിശയിലാണെന്ന ബോധ്യം വന്നു എന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. സ്കൂളിൽ ആദ്യമായി പോകുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥയാണ് തന്റെ എന്നായിരുന്നു അന്ന് മഞ്ജു പറഞ്ഞത്. ആദ്യ തമിഴ് സിനിമയ്ക്ക് തന്നെ സർക്കാരിന്റെ പുരസ്കാരം കിട്ടുക എന്ന് പറഞ്ഞാൽ യു ഫീൽ മോർ വെൽക്കം എന്ന് പറയില്ലേ, അതുപോലെയാണ്. നമ്മൾ ചെയ്തു വെച്ചത് നല്ലതാണെന്ന് നമുക്ക് തന്നെ മനസ്സിലായ നിമിഷമായിരുന്നു. റിലീസായ സമയത്ത് തന്നെ മികച്ച വിജയമായിരുന്നു നേടിയത്. പുരസ്കാരം കൂടിയായപ്പോൾ ഒത്തിരി സന്തോഷം. തമിഴ്നാട്ടിലെ ജനങ്ങളോടും സർക്കാരിനോടും നന്ദി പറയുന്നു. ഈ ചിത്രത്തിലേക്ക് എന്നെ ആദ്യം വിളിച്ചത് ധനുഷ് സാറാണ്. അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. വെട്രിമാരൻ സാറിന്റെ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം തോന്നാത്തൊരു സംവിധായകൻ കാണില്ല. അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്യാൻ ഭാഗ്യം ലഭിച്ചതും ഈ ചിത്രത്തിലൂടെയാണ്. എന്നെ സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്ത വലിയൊരു ക്രൂ ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ ചെയ്ത എല്ലാ തമിഴ് സിനിമകളുടെയും സംവിധായകന്മാർ ഇന്നിവിടെ അവാർഡ് വാങ്ങാൻ ഇരിപ്പുണ്ട്. ഞാൻ പോകുന്ന ട്രാക്ക് ശരി തന്നെയാണ്. നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചു എന്നതിനെക്കുറിച്ച് ഞാൻ അവിടെ വേദിയിലിരിക്കുമ്പോൾ ആലോചിച്ചു എന്നുമായിരുന്നു മഞ്ജു വാര്യർ മാധ്യമത്തോട് പ്രതികരിച്ചത്. നിരവധി പേരായിരുന്നു വീഡിയോയുടെ താഴെയായി മഞ്ജുവിനെ അഭിനന്ദിച്ചെത്തിയത്. മഞ്ജു അവാർഡ് വാങ്ങി മുന്നേറുന്നു, ചതിച്ചവർ ഇല്ലാതാവുന്നു എന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. ഇത് ശരിക്കും അർഹിക്കുന്ന പുരസ്കാരം തന്നെയാണ്. ഇനിയും ഇതുപോലെയുള്ള അംഗീകാരങ്ങളും മികച്ച അവസരങ്ങളും താരത്തെ തേടി എത്തട്ടെ എന്ന് പറഞ്ഞവരും ഉണ്ടായിരുന്നു. അസുരൻ എന്ന ചിത്രം സാമ്പത്തികമായും മികച്ച വിജയം നേടിയിരുന്നു. അതിനുശേഷം തുനുവ് എന്ന ചിത്രത്തിൽ അജിത്തിനൊപ്പം മഞ്ജു അഭിനയിച്ചു. വിനോദ് സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ അജിത്തുമായി നല്ലൊരു സൗഹൃദം നേടിയെടുക്കാനും ബൈക്ക് റൈഡിംഗിലെ തന്റെ ആഗ്രഹം പൊടിതട്ടി എടുക്കാനും മഞ്ജുവിന് സാധിച്ചിരുന്നു. രജനികാന്തിന്റെ നായികയായി വേട്ടയൻ, വിജയ് സേതുപതിയുടെ നായികയായി വിടുതലൈ പാർട്ട് 2 എന്നീ ചിത്രങ്ങളാണ് പിന്നീട് മഞ്ജു തമിഴകത്ത് ചെയ്തത്. നിലവിൽ മിസ്റ്റർ എക്സ് എന്ന ചിത്രത്തിന്റെ തിരക്കിലുമാണ് നടി. അതേസമയം കഴിഞ്ഞ ദിവസം മഞ്ജു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രങ്ങൾ വൈറലായി മാറിയിരുന്നു. ഗായിക സിത്താര കൃഷ്ണകുമാറിന്റെ ഒരു പ്രൊജക്ടിന് വേണ്ടിയായിരുന്നു മഞ്ജുവിന്റെ മേക്ക് ഓവർ. തന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹം പൂർത്തിയായതിന്റെ സന്തോഷം സിത്താര തന്നെ പങ്കുവച്ച് എത്തിയിരുന്നു. ഗായികയുടെ മലബാറിക്കസിന്റെ ഒരു പുതിയ ആൽബത്തിൽ അതിഥിവേഷത്തിലാണ് മഞ്ജു വാര്യർ എത്തുന്നത്. നിമിഷനേരം കൊണ്ട് തന്നെ വീഡിയോ വൈറലായി. സിത്താരയുടെ സംഗീത ബാൻഡായ പ്രൊജക്ട് മലബാറിക്കസിന്റെ പുതിയ ഗാനം ഏലേലം കിളിയെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ആൽബത്തിൽ അതിഥിവേഷത്തിൽ മഞ്ജു വാര്യരും സ്ക്രീനിൽ എത്തുന്നുണ്ട്. മഞ്ജു വാര്യർക്ക് നന്ദി പറഞ്ഞ് സിത്താര പങ്കുവച്ച കുറിപ്പും ശ്രദ്ധ നേടിയിരുന്നു. ഒരു വിദൂര സ്വപ്നം യാഥാർത്ഥ്യമായി. പ്രിയപ്പെട്ട മഞ്ജു ചേച്ചി, ഞങ്ങളുടെ വീഡിയോയുടെ ഭാഗമാകുക എന്നത് ഏറെക്കാലമായി ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ആഗ്രഹമായിരുന്നു. അതിന് സമ്മതം നൽകിയ അവരുടെ ആ നല്ല മനസ്സ് വാക്കുകൾക്കും അപ്പുറമാണ്. ആ നിമിഷം മുതൽ ഓരോ കാര്യങ്ങളും വളരെ സ്നേഹത്തോടെയും കരുതലോടെയും ഭംഗിയായുമാണ് മുന്നോട്ട് പോയത്. അവരുടെ മികച്ച ടീം എല്ലാത്തിനും മനോഹരമായി വഴികാട്ടി. അവരുടെ സാന്നിധ്യം ഞങ്ങൾക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്തത്ര പ്രൗഢി നൽകി. ഈ യാത്രയിൽ അവർ പകർന്ന ഊഷ്മളതയ്ക്കും അവരിലെ ആ മാന്ത്രികതയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി എന്നാണ് സിത്താര കുറിച്ചത്. റിപ്പീറ്റ്.
അഹമ്മദ് ഷ്യാമാണ് ഏറേലം കിളി എന്ന ആൽബത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. അതേസമയം മഞ്ജു വാര്യരുടെ തളരാത്ത പോരാട്ട വീര്യത്തെ പ്രശംസിച്ച് എഴുത്തുകാരി ശാരദക്കുട്ടി കുറിച്ച ഫേസ്ബുക്ക് പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എന്നാൽ ഇതേ ഫേസ്ബുക്ക് പോസ്റ്റിന് നടി ശോഭന നൽകിയ മറുപടിയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. അടുത്തിടെ മഞ്ജു വാര്യർ തന്റെ BMW ബൈക്കിൽ ധനുഷ്കോടിയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചായിരുന്നു ശാരദക്കുട്ടിയുടെ കുറിപ്പ്. ആണിനും കുടുംബത്തിനും സദാചാര ബോധ്യങ്ങൾക്കും വഴങ്ങാതെ പറന്നു നടക്കുന്ന പെൺമയാണ് മഞ്ജു. കുടുംബമില്ലെങ്കിലും തനിക്ക് ഒന്നും നഷ്ടപ്പെടില്ല എന്ന് മഞ്ജു തെളിയിച്ചുവെന്നും പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള പാഠപുസ്തകമാണ് മഞ്ജു വാര്യർ എന്നായിരുന്നു ശാരദക്കുട്ടി കുറിച്ചത്. അതേസമയം ശാരദക്കുട്ടിയുടെ കുറിപ്പിനെ പ്രശംസിക്കുമ്പോഴും അതിലെ പ്രത്യേക പ്രയോഗത്തോടാണ് ശോഭന എതിർപ്പ് അറിയിച്ചത്. മഞ്ജുവിന് കുടുംബമില്ല എന്ന പരാമർശത്തിന് മറുപടിയായി ശോഭന കുറിച്ചത് ഇങ്ങനെയാണ്: മഞ്ജുജിക്ക് ഒരു കുടുംബമുണ്ട്. മിക്ക ആളുകൾക്കുമുള്ളതിനേക്കാൾ വലിയ ഒന്നാണത്. അവൾക്ക് ഞങ്ങളുണ്ട്. അവളുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും, എല്ലാറ്റിനുമുപരി അവളുടെ സിനിമകളിലൂടെ അവൾ ഉണ്ടാക്കിയെടുത്ത പാരമ്പര്യമുണ്ട്, ആരാധകരുണ്ട്. അതുകൊണ്ട് നീ തകർപ്പനായി മുന്നേറു പെണ്ണെ. യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഒറ്റയ്ക്ക് യാത്ര തുടരൂ. കലയും നിന്റെ ബൈക്കും മാത്രം കൂട്ടിലുണ്ടാവട്ടെ എന്നായിരുന്നു ശോഭന കുറിച്ചത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുഹൃത്തുക്കളും സഹപ്രവർത്തകരും സ്നേഹിക്കുന്ന ലോകവുമാണ് യഥാർത്ഥ കുടുംബമെന്ന ശോഭനയുടെ നിരീക്ഷണം സോഷ്യൽ മീഡിയയിലും കയ്യടി നേടുകയാണ്. സിനിമയിലെ 2 ഇതിഹാസ താരങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനവും പിന്തുണയും ഏതൊരു സ്ത്രീക്കും വലിയ കരുത്താണെന്ന് ആരാധകരും അഭിപ്രായപ്പെട്ടു. തന്റെ കരിയറിന്റെ പീക്കിലാണ് മഞ്ജു വാര്യർ വിവാഹം കഴിക്കുന്നതും സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്നതും. 10 വർഷത്തിലധികം കാലം വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ മഞ്ജു ജീവിച്ചു. മറ്റാരുമായിരുന്നുവെങ്കിൽ മറന്നുപോകുമായിരുന്നു എന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഇടവേള. വർഷങ്ങൾക്ക് ശേഷം മഞ്ജു തിരികെ വന്നു, പോയതിലും ശക്തമായി. അവരുടെ തിരിച്ചുവരവ് കാത്തിരുന്ന മലയാളി മഞ്ജുവിന്റെ ഇരിപ്പിടം മറ്റാർക്കും നൽകാതെ കാത്തുസൂക്ഷിച്ചിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.